ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചാണ്. നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആ വ്യക്തിയെ നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടും, ആ വ്യക്തിയുടെ സ്വഭാവം എന്തായിരിക്കും, അതായത് ക്യാരക്ടർ എന്തായിരിക്കും, അതുപോലെ തന്നെ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള വിവാഹം എപ്പോൾ നടക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളൊരു മാരേജ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഇനി ഭാവി പങ്കാളിയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ജനറൽ കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും 100% റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം എടുക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനർജിയുമായി കണക്റ്റ് ആയതിനു ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ വന്നിട്ടുള്ള കാർഡ്സ് ഏസ് ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻസ്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, 4 ഓഫ് വാൻസ്, ഏസ് ഓഫ് സോർഡ്സ്, 6 ഓഫ് കപ്സ്, ദ വേൾഡ് കാർഡ്, അതുപോലെ തന്നെ ഡെത്ത് കാർഡ്. ഏസ് ഓഫ് കപ്സ് ആണ് ആദ്യം വന്നിട്ടുള്ളത്, ഫസ്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി വളരെ ദയയുള്ള ഒരു ഹൃദയമുള്ള ഒരു പുരുഷനാവാനാണ് സാധ്യത, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആവാനാണ് സാധ്യത. എല്ലാ കാര്യവും ഓപ്പണായിട്ട് തുറന്നു പറയുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ വളരെയധികം ആഴത്തിലുള്ള സ്നേഹമുള്ള ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളോട് കൂടുതൽ കരുതൽ കാണിക്കുന്ന, നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാവാനാണ് സാധ്യത. ഒരു സാമൂഹിക ഊഷ്മളത നൽകുന്ന ഒരു ക്യാരക്ടർ കൂടിയായിരിക്കും. ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യക്തി മറ്റുള്ളവരിലേക്ക് കൂടി ഒരു വെളിച്ചം കൊണ്ടുവരുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ടെന്ന്. വളരെയധികം സൗഹൃദത്തെ വിലമതിക്കുന്ന ഒരാളാവാനാണ് സാധ്യത. ആ വ്യക്തിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും വളരെ എളുപ്പത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരോടും വളരെയധികം സൗഹൃദത്തോടു കൂടിയും പെരുമാറുന്ന ഒരു വ്യക്തിയാവാനാണ് സാധ്യത. അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നിടത്ത് വന്നിട്ടുള്ള കാർഡ് എന്ന് വെച്ചാൽ പേജ് ഓഫ് വാൻസ് ആണ്. ഇവിടെ പേജ് ഓഫ് വാൻസ് വന്നിട്ടുള്ളത് വിപരീതമായിട്ടാണ്. നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് ഒരു സന്ദേശത്തിലൂടെ ആവാനാണ്, ഒരു മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഒരു ആകസ്മിക ക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ കുറച്ച് കാലതാമസത്തിന് ശേഷം നിങ്ങൾ വീണ്ടും സന്ദർശിക്കുന്ന ഒരു ഫങ്ഷനോ എന്തെങ്കിലും നടക്കുന്ന ഒരു പ്ലേസിലൂടെ ആയിരിക്കും നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. അതെപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അതൊരു പ്രായോഗികമായ ഒരു പുതിയ തുടക്കമായി യോജിക്കുന്നു എന്നാണ്. അതൊരു പുതിയ തുടക്കമായിട്ടാണ് ഇവിടെ എനിക്ക് കാണുന്നത്. വരും ആഴ്ചകൾക്കുള്ളിൽ ഒരു സ്ഥിരത, ഒരു ജോലി അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ജീവിത അവസരം എന്നിവയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു സ്ഥിരത, നിങ്ങളുടെ ലൈഫിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതശൈലി നിങ്ങളിലേക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ജോലി നിങ്ങൾക്ക് സ്ഥിരമായതിന് ശേഷം ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ വരും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്കതിൻ്റെ എന്തെങ്കിലും ഒരു ഹിൻറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഒരു ആകസ്മികമായിട്ടുള്ള നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുകയോ ഒരു ക്ഷണത്തിലൂടെയോ ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുള്ള ഒരു സ്ഥലത്ത് വീണ്ടും പോകുമ്പോൾ അവിടെ ഉണ്ടാവാനാണ് സാധ്യത. നിങ്ങളൊരു സെലിബ്രേഷൻ, ഒരു ഫങ്ഷൻ ഒക്കെ നടക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ആ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. എല്ലാവരും കൂടിച്ചേരുന്ന ഒരു സ്ഥലത്ത് ആ വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഏസ് ഓഫ് സോർഡ്സ് റിവേഴ്സായിട്ട് വന്നതുകൊണ്ട് നിങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ കാലയളവ് ആദ്യം അല്പം നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു കാര്യം, ജീവിതത്തിലുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു സത്യത്തെ ശുദ്ധീകരിച്ചതിന് ശേഷമാവാനാണ് സാധ്യത. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു വ്യക്തത വരുന്നു എന്നാണ് ഏസ് ഓഫ് സോർഡ്സ് റിവേഴ്സായിട്ട് വന്നതുകൊണ്ട് എനിക്കിവിടെ ലഭിക്കുന്ന ഒരു എനർജി. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെയധികം ഹാതുരത്വം തുളുമ്പുന്നതും വളരെയധികം സൗഹൃദപരമായി നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള വളരെ സൗമ്യവും
വളരെ സൗമ്യവും ലാളനയും ഒക്കെ നിറഞ്ഞതായി തോന്നുന്ന രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും നിങ്ങളുടേത്. ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷേ വിദേശത്തുള്ള ഒരു വ്യക്തി ആവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേൾഡ് കാർഡ് വന്നതുകൊണ്ട് ഒരു ന്യൂ പേഴ്സൺ ആവാനാണ് ഈ കാർഡ്സിലൂടെ എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളിലേക്ക് ആ ഫ്യൂച്ചർ ഹസ്ബൻഡായിട്ട് വരാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ന്യൂ പേഴ്സൺ ആവാനാണ് സാധ്യത. പക്ഷേ നിങ്ങളുടെ പാസ്റ്റിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപക്ഷെ എന്തെങ്കിലും റിലേഷൻഷിപ്പോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അത് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പെയിൻ ഒന്ന് എൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ വ്യക്തിയെ കണ്ടുമുട്ടാൻ സാധിക്കുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പഴയ പേഴ്സൺ ഒരു ന്യൂ പേഴ്സണായിട്ട് മാറണം. തികച്ചും വ്യത്യസ്തമായതിന് ശേഷം ഒരു ന്യൂ പേഴ്സണെയാണ് ഇവിടെ ലഭിക്കുന്ന ഒരു എനർജി. എങ്കിലും നിങ്ങൾ പഴയ കാര്യങ്ങളിൽ ചിന്തയിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ കുറച്ച് ഡിലേ ആയിട്ട് വരുന്നത്. അതൊക്കെ ഒന്ന് ഹീൽ ചെയ്യുക. ഇവിടെ ഡെത്ത് കാർഡ് റിവേഴ്സായിട്ട് വന്നതുകൊണ്ട് മൊത്തത്തിലൊന്ന് ഹീൽ ചെയ്തതിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് സ്റ്റാർട്ടാവും. ഈ പുതിയ പേഴ്സണെ, ഈ ന്യൂ പേഴ്സണായിട്ട് നിങ്ങളെ ഈ ഫ്യൂച്ചർ ഹസ്ബൻഡ് ആയിട്ട് വരുന്ന ഈ വ്യക്തി ഒരു ന്യൂ പേഴ്സണാണ്. ഈ വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കണ്ടുമുട്ടാം. വളരെയധികം ആഴത്തിലുള്ള സ്നേഹമുള്ള ഒരു പേഴ്സൺ ആവാനാണ് സാധ്യത. അതുപോലെ തന്നെ നിങ്ങളെ കെയർ ചെയ്യുന്ന, നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണുമ്പോൾ ഒരു ഗൃഹാതുരത്വം തുളുമ്പുന്ന, വളരെയധികം ഫ്രണ്ട്ഷിപ്പിനെ വിലമതിക്കുന്ന ഒരു വ്യക്തിയാവാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന് നന്ദി അറിയിക്കുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. താങ്ക് യു യൂണിവേഴ്സ്.